കാലിക്കറ്റ് സർവകലാശാലയിൽ പുനർമൂല്യനിർണ്ണയത്തിന് നൽകിയ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരമൊരുക്കുമെന്ന് VC. യൂണിവേഴ്സിറ്റിയുടെ ചിലവിൽ തന്നെ പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിക്കുമെന്ന് VC ഉറപ്പു നൽകി. എന്നാൽ ഇത് ശാശ്വത പരിഹാരമല്ലെന്ന് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു. ആ പേപ്പർ അവന് നാട്ടിൽ വന്നിട്ട് എഴുതാനാണ് അവർ പറയുന്നത്. നമ്മൾ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്താണ് അവനെ അങ്ങോട്ട് UALക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പം അവിടുന്ന് അവർക്ക് അവനക്ക് ലീവ് ഇപ്പോഴൊന്നും കിട്ടൂല. കുറച്ചായിട്ടുള്ളൂ പോയിട്ട്, അതുകൊണ്ട് ലീവ് ഇപ്പോഴൊന്നും കിട്ടൂല. അഥവാ ഒരു ദിവസത്തെ എക്സാമിനായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നല്ല സാമ്പത്തിക വേണം. കാരണം ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സാമ്പത്തികം വേണം. പിന്നെ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടും ബാധ്യതയും നമുക്ക് വരുന്നത്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഈ രക്ഷിതാക്കൾ പറയുന്നു അവർക്ക് ഇതൊരു ശാശ്വത പരിഹാരമല്ല, നല്ല ചിലവ് വരും യാത്രയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഈ സർവകലാശാല പറയുന്നത് സർവകലാശാലയുടെ ചിലവിൽ തന്നെ പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിക്കുമെന്നാണല്ലോ. അത് ആ ചിലവെന്ന് ഉദ്ദേശിക്കുന്നത് ഈ യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയടക്കമുള്ള ചിലവ് സർവകലാശാല വഹിക്കുമെന്നാണോ? മൂർത്തി, ഈ വിദ്യാർത്ഥിയുടെ മാതാവ് പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. കാരണം അവരുടെ ചിലവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ഈ പരീക്ഷ എഴുതാനുള്ള യൂണിവേഴ്സിറ്റി ആ രൂപത്തിലുള്ള ചിലവാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും യാത്രാ ചിലവായി നമുക്ക് കാണാൻ കഴിയില്ല. VC തന്നെ ഇതിൽ അപ്രൂവൽ നൽകേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 8 മാസം, അതായത് പുനർമൂല്യനിർണ്ണയത്തിന് 2024 ജൂണിൽ അപേക്ഷ നൽകിയത് മുതൽ ഈ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാവും നിരന്തരമായി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും പരിഹാരമാവാത്ത ഒരു വിഷയം വാർത്തയാക്കിയത് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് മാതൃഭൂമി ന്യൂസാണ്. ആ വാർത്തയിലാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. അതിൽ അടിയന്തരമായിട്ട് യോഗം ചേരുകയും ഈ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകാം, അത് വിദ്യാർത്ഥിക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് പരീക്ഷ എഴുതാം, അങ്ങനെ ഫലം പ്രസിദ്ധീകരിക്കാമെന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ, അതായത് ഈ വിഷയം നേരത്തെ തന്നെ ഇവരുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാൻ യൂണിവേഴ്സിറ്റി തുനിഞ്ഞിരുന്നില്ല. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയുന്നത് ഇതിലൊരു അന്വേഷണം നടത്തും, കൂടുതൽ അന്വേഷണം നടത്തി വേണ്ടവരെ ഹിയറിംഗ് ചെയ്ത് ബാക്കി നടപടികളിലേക്ക് കടക്കുമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നടപടികളാണ് എടുക്കുക എന്നൊക്കെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷാ ചിലവ് എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന ചോദ്യക്കടലാസ് അച്ചടിക്കാനും എടുക്കുന്ന തുക, ഉത്തരക്കടലാസിന്റെ പേപ്പറുകളുടെ തുക, ഇത് മാത്രമാണോ, അല്ലെങ്കിൽ ഇൻവിജിലേഷൻ നിൽക്കുന്ന അധ്യാപകന്റെ ചിലവ്, ഇത് മാത്രമാണോ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പരിഗണിക്കുന്നത്. അതിലൊരു കൂടുതൽ വ്യക്തത VC വരുത്തേണ്ടതുണ്ട്. കാരണം പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട ഒരു തുകയുണ്ടാവും. കാരണം റിവാലുവേഷന് വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് 500 രൂപയിൽ കുറയാത്തൊരു ഫീസ് എന്തായാലും ഒരു കുട്ടി അടയ്ക്കേണ്ടതുണ്ട്. പരീക്ഷാ ഫീസായിട്ടൊരു തുക അടയ്ക്കേണ്ടതുണ്ട്. ഇത്തരം ഫീസുകൾ ഒഴിവാക്കിയും അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് ഇരുത്തേണ്ട ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാവണം യൂണിവേഴ്സിറ്റി ഈ കുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു അപ്രൂവൽ കൊടുത്തതിന് ശേഷം, VCയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രൂവൽ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക, VC തന്നെ പറയുക. പക്ഷേ ഇതിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കുട്ടി ഇപ്പോൾ ദുബായിലാണുള്ളത്. ഇവരുടെ രക്ഷിതാവ് പറയുന്നതനുസരിച്ച് ഈ നിരന്തരമായിട്ട് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ടിട്ടും ഈ പരീക്ഷയുടെ കാര്യത്തിൽ ഇതിന്റെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഒരു പരിഹാരമാവാത്ത ഘട്ടത്തിലാണ് ഈ കുട്ടി പുറത്തേക്ക്, വിദേശത്തേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നതും ജോലി തരപ്പെടുത്തി പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തുക, പരീക്ഷ എഴുതുക എന്നത് പ്രായോഗികമായ കാര്യമല്ല, കൂടുതൽ ചിലവ് വരുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിയുടെ യാത്രാ ചെലവ് പോലും ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി വഹിക്കണമെന്ന കാര്യത്തിൽ ഒരു ആലോചന യൂണിവേഴ്സിറ്റി തന്നെ നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും ഒരു പക്ഷേ ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളും, നമ്മൾ ബന്ധപ്പെട്ട പ്രതിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അങ്ങനെ തന്നെ പറയുന്നുമുണ്ട്. കാരണം ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം ഈ യാത്രാ ചെലവ് തന്നെയാണ്. എന്തായാലും ഒരു തെല്ലൊരു ആശ്വാസം എന്ന നടപടി എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് പരീക്ഷ എഴുതാം, ഫലം പ്രസിദ്ധീകരിക്കുമെന്നത് തന്നെയാണ്.